ഹലോ അബി, പറഞ്ഞോളൂ. ഞാനിവിടെ ഈ സ്റ്റുഡിയോ 18 എന്ന് പറഞ്ഞിട്ടൊരു ബാറിന്റെ മുമ്പിൽ എവിടേക്കാണ് എന്നോട് വരാൻ പറഞ്ഞത്? എന്റെ രഘു, there's no time to waste. ആ നമ്പർ 18 സ്റ്റുഡിയോ 18 ഡോർ 18 ആ 18 നമ്പർ കാണുന്ന അതിന്റെ ഉള്ളിലേക്ക് കയറി വന്നു, ഡോറ് തുറന്ന് കയറി വന്നു. പ്ലീസ് വെയിറ്റ് at the bar counter. I'll see you very soon. ഞാൻ ഈ ബാറിലൊന്നും പോവാറില്ല, അറിയാലോ നിനക്ക്. പിന്നെ ഡോണ്ട് വറി, ഇപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ സീൻസ് ഒന്നുമില്ല. ഉള്ളിലേക്ക് വന്ന് വെയിറ്റ്, എനിക്ക് ടൈമില്ല രഘു വേസ്റ്റ് ചെയ്യാൻ, ആൾക്കാർക്കും ടൈം വേസ്റ്റ് ചെയ്യാൻ. നിന്നെ വിശ്വസിച്ച് ഞാൻ കുളത്തിൽ ചാടുകയാണ്, നോക്കട്ടെ. ഓടി വായോ, there's a lot waiting for you. Come first. ശരി. അബി, ഹലോ. രഘു എത്തിയോ? ആ, ഞാനിവിടെ എത്തിയോ? ഒരു നല്ല സെറ്റപ്പുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു കറുത്ത ഉടുപ്പിട്ട ചേട്ടൻ മാത്രമുണ്ട്. ഞാൻ ആ ചേട്ടന്റെ മുമ്പിൽ ബാർബർമാര് ഇരിക്കുന്ന ചെയറിൽ അതേമാതിരി ചെയറിൽ ഇരുന്ന് തിരിയുന്നുണ്ട്. ആ, ഞാൻ ദേ വരുന്നു. നിങ്ങളൊന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോഴത്തേക്കും ഞാൻ I'll be there. Okay? ഓ, വേഗം വരണം കേട്ടോ. വേഗം വരാം. പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി എന്നെ ഉപേക്ഷിക്കരുത്. അനാഥ കുഞ്ഞോ ഞാൻ. ആ ശരി. ഞാൻ ഇവിടെ അഭിരാമിനെ കാണാൻ വേണ്ടിട്ട് വന്നു. ഓക്കെ. സാറെന്താ കഴിക്കുന്നത്? ഞാൻ കഴിക്കില്ല. അല്ല, ഞാൻ കഴിക്കില്ല കാരണം ഇത് ആൽക്കഹോൾ കഴിക്കില്ല. എന്തെങ്കിലും ആണെങ്കിലോ? അല്ല, കഴിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ ഇതിപ്പോ ഈ ഇംഗ്ലീഷ് സിനിമ കാണാൻ സെറ്റപ്പിൽ ഒന്ന് ഇങ്ങനെ ഇരിക്കണം. ആദ്യമായിട്ട് ബാറിലൊക്കെ ഇഷ്ടപ്പെട്ട പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ. ഞാൻ കഴിക്കില്ല. ഇത് മറ്റേ കോക്ടെയിലൊക്കെ ഉണ്ടാക്കുന്ന സെറ്റപ്പ് അല്ലേ? ഇതെല്ലാം കോക്ടെയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. നമ്മളിവിടെ ഒത്തിരി പല ടൈപ്പ് കോക്ടെയിൽസ് ചെയ്യാറുണ്ട്. കോക്ടെയിൽസ് അല്ലാതെ മോക്ടെയിൽസ് ചെയ്യാറുണ്ട്. ഇതെന്താ സാധനം? ഇത് മറ്റേ മുഖത്ത് തേക്കുന്നത് സാറം പോലെ? അല്ലല്ല, ഇത് ഓറഞ്ചിന്റെ എസൻസ് ആണ്. ഓ, അതിൽ ഒഴിക്കാൻ? ഡ്രിങ്ക്സിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള എസൻസ് ആണ്. ഞാൻ ഈ സംഭവമില്ലേ ഇങ്ങനെ ഇത് നമ്മൾ ഈ ഇത് വളരെ ലോക്കലൈസ് ചെയ്ത് കണ്ട് മറ്റേ കുലുക്കി സർവത്തിന്റെ ആൾക്കാരാണ്. പക്ഷേ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താ അറിയോ, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ ഗ്ലാസിന്റെ ഷേപ്പിൽ ഐസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ ഉള്ള പരിപാടി ചെയ്യാറുണ്ട്. അല്ലേ? കാർവിംഗ് ആണ്, ഐസ് കാർവിംഗ്. ബ്ലോക്ക് ഐസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളും ബ്ലോക്ക് ഐസ് ചെയ്യുന്നുണ്ട് നമ്മൾ, പക്ഷേ ഷേപ്സ് ചെയ്യുന്നില്ല. കാണുമ്പോൾ കുടിക്കാനൊക്കെ തോന്നാറുണ്ട് കേട്ടോ. കുടിച്ചിട്ടില്ല. അങ്ങനെയല്ലേ തുടങ്ങുന്നത്. കേരള സർക്കാരിന് കാശുണ്ടായി കൊടുക്കാനുള്ള വകുപ്പാണ് ഇപ്പൊ. അതും നമ്മൾ ഈ പെട്ടെന്ന് മറ്റേ എന്റെയൊക്കെ പ്രശ്നം, ഞാൻ ഈ എക്സ്ട്രീം ആയി പോകും. പക്ഷെ എന്നാലും എനിക്ക് ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ആക്ച്വലി പഠിക്കാൻ പറഞ്ഞാൽ കണ്ടിട്ട് നോക്കാം. ഞാനിത് ക്ലോസപ്പിൽ കണ്ടിട്ടില്ല. കാരണം നമുക്ക് അറിയാം ഇന്ന സാധനം ഒഴിച്ച് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത എന്താ, ഇതിലിപ്പോ ഈ മദ്യം ശരിക്കും കുറവായിരിക്കും എപ്പോഴും. മദ്യം കുറവായിരിക്കും. ബാക്കിയുള്ള സംഭവങ്ങളാണ് കൂടുതൽ അല്ലേ? ഇത് ബേസിക്കലി കോക്ടെയിൽസ് എന്ന് പറയുന്നത് മദ്യത്തിന്റെ ടേസ്റ്റ് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ളതാണ്. ഒരു ഡ്രിങ്ക് കഴിക്കുമ്പോൾ മദ്യത്തിന്റെ ചിലർക്ക് അതൊരു ഹാർഷ് ഫീലിംഗ് ആയിട്ട് തോന്നാറുണ്ട്. ആ ഒരു ടേസ്റ്റ് ഉണ്ട്. എന്റെ ഫ്രണ്ട് ഉണ്ട് വീരു എന്ന് പറഞ്ഞിട്ട്, അവന് പറ്റില്ല. അവൻ 6 പേർക്ക് ഒറ്റടിക്കിരിക്കണം. അവനൊന്നും കോക്ടെയിൽ ജമ്മത്ത് നടക്കൂല. ഈ കോക്ടെയിൽ എന്താ കുഴപ്പം? അല്ലല്ല, ഈ മദ്യം എൻഹാൻസ് ചെയ്യാന്ന് പറയില്ലേ, അത് ശരിയാവില്ല. ഇതൊക്കെ ഫ്ലേവേഴ്സ് ആണ്. നമ്മൾ ഒരിക്കലും ആൽക്കഹോൾ കണ്ടന്റ് എൻഹാൻസ് ചെയ്യുന്നത്. ഓ, അത് ശരി. ഫ്ലേവേഴ്സ് നോർമലി ഒരു കോക്ടെയിൽ വരുന്നത് നമ്മുടെ നോർമൽ ഒരു പെഗ് ആയിരിക്കും, 60 ml ആയിരിക്കും നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. ചില കോക്ടെയിൽസിൽ അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി വരും. ഇപ്പം ലോങ് ഐലൻഡ് ഐസ് ടീ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ആകെ അറിയണം ലോങ് ഐലൻഡ് ഐസ് ടീ, പിന്നെ ബുൾ ഫ്രോഗ്. ആ ബുള്ളല്ലേ. പിന്നെ മറ്റേ യാഗമൈസറിന്റെ ബോംബ, അത് മാത്രമേ അറിയൂ. പരിചയം അത് മാത്രമേ അത്രേ ഉള്ളതുള്ളൂ. പക്ഷേ എനിക്ക് ചേട്ടാ ബ്ലഡി മേരി മറ്റേ അത് പക്ഷെ ഞാൻ കുടിച്ചിട്ടുണ്ട്. പക്ഷെ അത് മദ്യം ഒഴിക്കാതെ എന്താണ് വെർജിൻ ബ്ലഡി മേരി, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തക്കാളി ജ്യൂസ് തന്നെയല്ലേ സംഭവം? അതെ അതെ, അങ്ങനെ ഒരു കഥ ഇറങ്ങിയില്ല. ആ കഥയിലൂടെയാണ് ഞാൻ ബ്ലഡി മേരി പരിചയപ്പെടുന്നത്. മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിൽ ഒരു കഥ ഇറങ്ങിയിട്ടുണ്ട് ബ്ലഡി മേരി. അത് കഥേന്റെ തീം വേറെയാണ്. അപ്പൊ ഇത് എന്താന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായി. ആക്ച്വലി ഞാനും ഭയങ്കര ക്യൂരിയസ് ആണ്. ഞാൻ ഇതുവരെ ക്ലോസപ്പിൽ ഇങ്ങനെ സാധനം ഉണ്ടാകാണ്ടില്ല. എന്തായാലും അഭിരാമിയൊക്കെ വരുന്നല്ലോ, എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ പക്ഷേ ഇത് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗവും ചേട്ടൻ, കാരണം ഞാൻ ആദ്യത്തെ സിപ്പ് എടുക്കാൻ പോകുന്ന. അടിപൊളി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു നോൺ ആൽക്കഹോളിക് വേർഷനിൽ നിന്ന് അതാണ് നല്ലത്. ഞാനിരിക്കുന്നത് ഫീൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ടേക്ക് ഈ കോക്ടെയിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ആളെ മുമ്പിൽ സദ്യക്ക് ഇരിക്കുന്നവരിക്കുന്നത്.
എന്തായാലും ചേട്ടാ എനിക്ക് എന്താ പഠിപ്പിച്ചു തരാൻ വേണ്ടി നമുക്ക് ആദ്യം നോൺ ആൽക്കഹോളിക്കിലേക്ക് നിങ്ങൾ മദ്യം കഴിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ബ്ലഡി മേരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ബ്ലഡി മേരിയുടെ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള നമ്മൾ ഒരു കോക്ടെയിൽ ചെയ്തുതരാം. മോക്ടെയിലാണ്, ബിക്കോസ് ആൽക്കഹോൾ ഇല്ലാത്തത്. സന്തോഷമുള്ളൂ. അപ്പം ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോ ഈ മോക്ടെയിലിന്റെ കൂടെ ഒരാൾക്ക് ഇത് കണ്ടുണ്ടാക്കണമെങ്കിൽ ആകെ കുറച്ച് ഈ മദ്യം ചേർത്തിയാൽ മാത്രം പോലെ. മദ്യം ചേർത്താൽ മാത്രമേ. പക്ഷെ ഓരോ മദ്യത്തിനും ഓരോ ഫ്ലേവർ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. ഈ ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്ന ഡ്രിങ്കിന്റെ കൂടെ ചേരാവുന്ന മദ്യം ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഒരു നോൺ ആൽക്കഹോളിക് ബിയറിൽ കള്ള് കുടിക്കില്ല എന്ന് പറയുന്നത് ഇതൊരു നോൺ ആൽക്കഹോളിക് ബിയർ ആണ്. ബിയറിന്റെ അതേ ടേസ്റ്റും അതേ ടെക്സ്ചറും ഫീച്ചേഴ്സും എല്ലാം ആണ്. ആൽക്കഹോൾ ഇല്ല, സീറോ ആൽക്കഹോൾ. അത് വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു ബ്ലഡി മേരിയുടെ ഒരു വേരിയേഷൻ ഞാൻ ഉണ്ടാക്കി. അപ്പം അതിൽ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ആ ടേസ്റ്റ് പ്രൊഫൈൽ. നമുക്ക് വേറെ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ടില്ല. എന്റെ ഡ്രൈവിംഗ് മാഷെ പോലെയൊക്കെയാണ് നിങ്ങൾ. എല്ലാത്തിനും നമുക്കൊരു ഫസ്റ്റ് ടൈം ഉണ്ടല്ലോ. ഒരു 5-6 മാസം കഴിഞ്ഞ് ഈ ബാറിൽ തന്നെ ഒന്ന് അടിച്ച് പാപ്പാവെന്നുള്ള എനിക്ക് അറിയാം. നോക്കട്ടെ, അതെനിക്ക് ബിസിനസ്. അതെ, കച്ചവടമാണ് അതിൽ. ഓക്കെ, അപ്പം ഇതാണ് ബേസിക് നമ്മൾ ഗ്ലാസ് എടുക്കുന്നത്. ഇത് ഞാൻ കുറച്ച് ലൈം കോട്ട് ചെയ്യും. ഓക്കെ, ലൈം കോട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഗോട്ട് സാധനം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് നമ്മുടെ പിസൈറ്റൊക്കെ കൂടെ ചില്ലി ഫ്ലേക്സ്. അപ്പം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ഗ്ലാസ് കണ്ണിലൊക്കെ മുട്ടിയാൽ തീർന്ന് പോലെ കണ്ണിൽ വെച്ചല്ലോ നമ്മൾ ഈ കുടിക്കുമ്പോൾ ഇങ്ങനെ കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കിതിവിടെ വെക്കാം. ഇത് ഭയങ്കര വലുതാണല്ലോ ഈ സാധനം. ഇത് മിക്സിംഗ് ഗ്ലാസ് ആണ്. ഇതിലാണ് നമ്മൾ ഡ്രിങ്ക്സ് മിക്സ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ടൊമാറ്റോ ജ്യൂസ് ആഡ് ചെയ്യും. ബ്ലഡി മേരി ടൊമാറ്റോ ജ്യൂസ്. അടിപൊളി. അതും പെഗ് പോലെ കണക്കില്ല, അതിൽ എല്ലാത്തിനും കണക്കും. ശരി. അതൊരു 60 ml ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ബ്ലഡി മേരി ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വോഡ്ക്കയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പക്ഷേ വോഡ്ക്കയ്ക്ക് പകരമായിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ബൂസ്റ്റർ ഷെയർ സോസ് എന്ന് പറയുന്നത്. ബൂസ്റ്റർ സോസ് എന്ന് പറയുന്നത്. ബൂസ്റ്റർ സോസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എവിടെയാണ് പഠിച്ചത്? ഇത് കോഴ്സ് ഉണ്ട്, നമ്മൾ മാനേജ്മെന്റ് പഠിച്ചതാണ്. അപ്പം അതിൻ്റെതായിട്ട് കുറേ കൊല്ലമായോ വർക്ക് ചെയ്യുന്നത്? ഞാനൊരു 15 years ആയിട്ട്. ബ്ലഡി ഡബിൾ ബ്ലഡി മേരി പോട്ടെ. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ടബാസ്കോ സോസ് എന്ന് പറയുന്നത്. അത് കേട്ടിട്ടുണ്ട്, എരിവ് കൂടുതൽ. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാന്താരി മുളക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കളർ മാത്രം ചോപ്പാന്ന് പറഞ്ഞു. കാന്താരി മുളക് റെഡ്. അങ്ങനത്തെ നമ്മളെ വീട്ടിൽ പച്ച അതാണ്. അതിലേക്ക് നമ്മൾ ഇത് ഒഴിക്കുന്നു. സോൾട്ട് കാരണം ടൊമാറ്റോ ജ്യൂസ് അല്ല, അപ്പോൾ അതിനൊരു പ്ലെയിൻ ഫീലിംഗ് കൊടുക്കാതിരിക്കാൻ വേണ്ടി സോൾട്ട്. എന്താ കയ്യിലൊക്കെ അതിന് പേരെന്താ ഇളക്കുന്ന സാധനത്തിന്? ഇത് അല്ല, ഇളക്കുന്ന നീളം ഇത് ബാർ സ്പൂൺ. ഇതിലേക്ക് നമുക്ക് ഐസ് ആഡ് ചെയ്യാം. സാധനം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, എനിക്ക് ആ സ്മെല്ല് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ടൊമാറ്റോ ജ്യൂസിന്. അതെ. ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യും, ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, തണുക്കൽ മാത്രം ഒന്ന് കറക്റ്റായിട്ട് മിക്സ് ചില്ല് ചെയ്യാൻ നമ്മൾ. നമുക്ക് സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്യാം. ഓക്കെ. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്തൊരു ഐസ് ഇടാം. ഗ്ലാസ്സിനകത്ത്. യെസ്. ഇതെനിക്ക് തോന്നുന്നത് അത്യാവശ്യം നോക്കി പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കാവുന്ന പറ്റുന്നേ ഉള്ളൂ. പ്രൊഫഷണലി ചെയ്യുന്നതും വീട്ടിൽ ചെയ്യുന്നതും തമ്മിൽ വളരെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ കുറച്ചുകൂടി സിമ്പിൾ വ്യത്യാസങ്ങളായിരിക്കും. ചില സാധനം ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇഷ്യൂ ആവേണ്ടത്. ശരി. ഒഴിക്കുന്നു. ഇനി ഇതിന്റെ മേളിലേക്ക് നമ്മൾ നോൺ ആൽക്കഹോളിക്
ബിയറാണ്. ഇതിപ്പോ നമ്മൾ നോർമൽ ബ്ലഡി മേരി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഒഴിക്കൂലല്ലോ? ഇല്ല, ഇതെല്ലാം ഒഴിക്കുന്നത് നമ്മൾ വോഡ്കയാണ് ടൊമാറ്റോ ജ്യൂസിന്റെ അളവ്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിപ്പോൾ നോൺ ആൽക്കഹോളിക് ബിയർ ആഡ് ചെയ്യുന്നു. എനിക്കിതാണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. എന്താ രസം. വീണ്ടും നമ്മൾ ജസ്റ്റ് ലൈറ്റായിട്ട് ഒന്ന് സ്റ്റെർ ചെയ്യുന്നത്, ഒന്ന് മിക്സ് ആവും. മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിന് പറയുന്നത് മിഷലാഡ എന്നാണ് എൻ്റെ പേര്. മിഷലാഡ. താങ്ക് യു. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ മോക്ടെയിലാണിത്, കോക്ടെയിൽ അല്ല. നമ്മൾ ഈ മിക്സോളജി എന്ന് പറയുന്ന സംഭവം മൊത്തമായിട്ടൊന്ന് പഠിക്കാനും ഇത് ഡ്രിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നല്ല. പക്ഷേ ഇതൊരു പാഷനാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഇദ്ദേഹത്തോട് അത് ചോദിക്കുകയായിരുന്നു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല ടൈപ്പ് ഓഫ് മോക്ടെയിലും പല ടൈപ്പ് ഓഫ് കോക്ടെയിലും ലെയേഴ്സൊക്കെ. ഇതെങ്ങനെയാണ് പരിപാടി എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. എന്തായാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഇത് ഇനി ഒരു ടാങ്ക് പോലെ 2 ടാങ്കായിട്ട് ഇത് കുടിച്ച് തീർക്കണം, അപ്പോഴേ ശരിയാവുള്ളൂ. എന്തായാലും അല്ല, ഞാൻ ആലോചിക്കുന്നതേ, ഇവളെന്നോട് ഇരിക്കാൻ പറഞ്ഞ് പോയ ആളാ. ഇത്ര നേരമായിട്ട് ഇവിടെ വന്നിട്ടില്ല. വരികയായിരിക്കൂലേ? ഹലോ, നമസ്കാരം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പുതിയ? ഓക്കെ, താങ്കൾ എന്ത് ചെയ്യാനാണ് ശരിക്കും ഇവിടെ വന്നിരിക്കുന്നത്? നല്ല ഐഡിയ. അല്ല, ഞാൻ ആക്ച്വലി വന്ന് നീ വിളിച്ചിട്ടാ വന്ന്. ഇല്ല, ഫിറ്റ് ആവൂലേ? പക്ഷെ എനിക്ക് ഇത് കുടിച്ചിട്ട് മതിയാവില്ല. ഞാൻ മൂപ്പരോട് ഒന്നുകൂടി ആവശ്യപ്പെട്ടു. ഇതുവരെ കള്ളു കുടിക്കാത്തൊരു വ്യക്തിയാണ്. കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു വെർജിൻ ആൽക്കഹോളിക് ആവണ്ട, വെർജിൻ തന്നെ ആയിരുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഞാൻ ഈ മേഖലയിൽ ഒരു പഠനം നടത്താൻ പോകുന്നത്. കാരണം എനിക്ക് മൂപ്പർ ഒഴിക്കുന്നത്, മൂപ്പർ ഇങ്ങനെ ആക്കുന്നത്, ഇതിൽ ചേർക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി മുതൽ ഒരു മിഷൻ സെറ്റ് ചെയ്യാണ് രഘുവിന്. ക്യാരക്ടറിന് വേണ്ടിയിട്ട് രഘു പലതും ചെയ്യുന്ന ഒരാളാണെന്നുള്ളതാണ്. അപ്പം ഓൺ ദ ഗോ മിഷൻ എന്താണെന്ന് റിവീൽഡ് ആയിക്കോളും. സോ ഏജന്റ് ചിയേഴ്സ് രാജ്, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ രഘു എന്ന് പറയുന്ന ആൾ നമ്മൾ പല രീതിയിലും കണ്ടിട്ടുണ്ട്. ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട്. RJ രഘുവാണ്, ഗിന്നസ് റെക്കോർഡ് ഹോൾഡറാണ്. പക്ഷേ ഇന്ന് മുതൽ രഘു ചിയേഴ്സ് രാജാണ്, ഏജന്റ് ചിയേഴ്സ് രാജ്. ആൻഡ് പുള്ളിക്ക് കുറച്ച് മിഷൻസ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്കും മിക്സോളജി എന്ന് പറയുന്ന ആർട്ട് ഫോമിൽ, ഇത് ആർട്ട് ഫോമായിട്ട് തന്നെ നമുക്ക് പറയണം. ബിക്കോസ് ഈ ബാർടെൻഡിങ്ങും ബാറും ഒക്കെ കാണുമ്പോൾ നമ്മളിവിടെ ആൽക്കഹോളിസം അല്ലെങ്കിൽ കള്ളുകൂടി പ്രൊമോട്ട് ചെയ്യുന്നൊരു പരിപാടിയല്ല. മിക്സോളജി എന്ന് പറയുന്ന കൈ കൊണ്ടും മോൻ കൊണ്ടും തോട്ട് കൊണ്ടും കോമ്പിനേഷനെയൊക്കെ പറയുന്നൊരു ആർട്ട്. ഈ ആർട്ട് മാസ്റ്റർ ചെയ്യാനും ഇതിനെപ്പറ്റി ബേസിക്സ് പഠിക്കാനും ഒക്കെ ആഗ്രഹമുള്ള കുറേ പേരുണ്ട്, ഇൻക്ലൂഡിങ് മീ. അപ്പോൾ ഈ ഷോയിലൂടെ ഏജന്റ് ചിയേഴ്സ് രാജ് നമുക്ക് വേണ്ടിയിട്ട് കുറേ മിക്സോളജി പ്രോഡക്ട്സും കോക്ടെയിൽസൊക്കെ മിക്സ് ചെയ്യുമായിരിക്കും. സോ ഇന്നത്തെ മിഷൻ എന്തായിരുന്നു? ഇന്ന് മോക്ടെയിൽ ആയിരുന്നു. സോ ഇനി അങ്ങോട്ടുള്ളത് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് only. Okay? Thank you. Responsible drinking only. Yes. So, bye-bye.